ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി. ഞാൻ കോട്ടയം ജില്ല അതിരമ്പുഴ ഫൊറോന കോട്ടയ്ക്കുപുറം ഇടവക സെൻറ്റ് മാത്യൂസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് എൻ്റെ കൂട്ടായ്മയിലുള്ളൊരു ദൈവമകൾ എനിക്ക് ഒരു പത്രം തന്നത് മുഖാന്തരമാണ് ഞാനിവിടെ എത്തപ്പെടേണ്ടത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 നവംബർ 27 ആണ് ഞാനിവിടെ വന്ന് ഈ പുണ്യഭൂമിയിലെത്തി ഉടമ്പടി എടുത്തത്. അന്നേ ദിവസം പരിശുദ്ധ അമ്മയെ വഹിച്ചു പോകാനുള്ള വലിയ കൃപ കർത്താവ് എനിക്ക് തന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ എൻ്റെ അഹങ്കാരവും എൻ്റെ ഈഗോയും കാരണം ഞാൻ പത്രം വാങ്ങിക്കാതെ തിരിച്ചുപോയി. അന്നേ ദിവസം തന്നെ ജോസഫച്ചനെ കണ്ട്. അന്ന് എൻ്റെ ഭർത്താവിന് ക്യാൻസറായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിനായിട്ടാണ് ഞാനിവിടെ വന്നത്. അന്ന് തന്നെ ജോസഫച്ചനെ കണ്ടു. എൻ്റെ ഭർത്താവ് സുഖപ്പെടുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചില്ല. എൻ്റെ ഈഗോ കാരണം, എൻ്റെ അഹങ്കാരം കാരണം ഞാൻ പത്രം വാങ്ങിക്കാതെ പോയി. ആ ഒരു മാസം കൊണ്ട് എൻ്റെ ഉടമ്പടി എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൗണ്ടെല്ലാം താഴുകയും അങ്ങനെ 2020 എൻ്റെ ഹസ്ബൻഡ് എന്നിൽ നിന്ന് വേർപിരിഞ്ഞു എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. വീണ്ടും 2022 വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ കാശ് രൂപത്തിന് അന്ന് അപേക്ഷ എഴുതി കൊടുത്തു. എനിക്ക് പുതിയ കാശ് രൂപം കിട്ടി. ആദ്യം തന്നെ എൻ്റെ കാശ് നഷ്ടപ്പെട്ടായിരുന്നു. വീണ്ടും ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് എൻ്റെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറയുന്നില്ല. ഞാനിവിടെ വന്ന് ഞാനൊരു പുതിയ ഭവനം ആഗ്രഹിച്ചു. അത് എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം വേണമായിരുന്നു. ഞാൻ ഒത്തിരി തപ്പി നടന്നു. എൻ്റെ ഇടവക ദേവാലയത്തിനടുത്ത് തന്നെ വേണമായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ പഞ്ചായത്ത് മാറാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നിലവിൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് 1-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. അത് മാറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ വന്ന് കണ്ട് ജോസഫച്ചനെ വന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂമി പരിശുദ്ധ അമ്മ അവസാനം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈശോയെ സ്വീകരിച്ചതിന് ശേഷം അന്ന് തന്നെ രാവിലെ ഞാൻ ഉപ്പുമായിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയത്. ആ ഉപ്പ് രാവിലെ ഞാൻ കണ്ട ഇഷ്ടപ്പെട്ട ഭൂമിയിൽ വിശുദ്ധമായ ഇവിടുത്തെ ഉപ്പ് ഞാൻ വിതറി. അതിനുശേഷം ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് ഓണറോട് സംസാരിച്ചു. എനിക്ക് 10 സെൻറ്റ് സ്ഥലം ആഗ്രഹിച്ചോടുത്ത് 13 സെൻറ്റ് സ്ഥലം തന്നു ദൈവം അനുഗ്രഹിച്ചു. ഭവനം പണിയുന്ന ഒരുക്കമായിട്ട് ഞാൻ ജോസഫച്ചനെ ഇവിടെ വന്ന് കണ്ടു. ജോസഫച്ചൻ പറഞ്ഞു, കല്ലിടുന്നതിന് മുൻപായിട്ട് ഈ കാശുരൂപം കല്ലിടുമ്പോൾ സമർപ്പിക്കാൻ പറഞ്ഞു. എൻ്റെ വികാരിച്ചൻ വന്ന് കല്ലിട്ടു. അപ്പം ബഹുമാനപ്പെട്ട ജോസഫച്ചൻ തന്ന കാശുരൂപം ഞാൻ കല്ലിട്ടപ്പോൾ ഞാൻ സമർപ്പിച്ചു. 6 മാസം കൊണ്ട് എൻ്റെ ഭവനം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 14-ാം തീയതി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. ഏപ്രിൽ 14-ാം തീയതി ഭവനത്തിൻ്റെ കൂദാശയാണ്. അതിന് മുൻപായിട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്നെ ഈ സാക്ഷ്യത്തിനായിട്ട് ഇന്ന് പറയാൻ എന്നെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഞാൻ സമർപ്പിച്ചു. എനിക്കിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് പോകുവാനെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഈ 10-ാം തീയതി ഞാൻ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. വളരെ മനോഹരമായ ഭവനം കർത്താവ് എനിക്ക് 2060 സ്ക്വയർ ഫീറ്റിൽ ഒരു നല്ലൊരു ഭവനം തന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. 10-ാം തീയതി എൻ്റെ താക്കോൽ എനിക്ക് കോൺട്രാക്ടർ തരും. അങ്ങനെ എൻ്റെ കർത്താവായ യേശുവിന് കോടാനുകോടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്ന ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും വിൽക്കുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മെയിൻ റോഡ് അരികിൽ ഒരു കുഴിയിലായിരുന്നു എൻ്റെ ഭവനം. അത് വിറ്റ് കിട്ടുവാൻ ഒത്തിരി തടസ്സമായിരുന്നു. കുഴിയിലായിരുന്നോണ്ട് ആർക്കും വേണ്ട. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. 2 വർഷമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആരും വന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവും, ആർക്കും വേണ്ട. അതും ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ വന്ന് കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, പരിശുദ്ധമായ അമ്മയുടെ കാശുരൂപം മുറ്റത്ത് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ വിശ്വാസം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം സമർപ്പിച്ചു, മുറ്റത്ത് സമർപ്പിച്ചു. അങ്ങനെ ഇവിടുത്തെ വിശുദ്ധമായ ഉപ്പ്
എൻ്റെ വിൽക്കാനുള്ള വീടിൻ്റെ 4 മൂലയ്ക്ക് ഞാൻ വിതറി. അങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ചുകൊണ്ടിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഉടനെ തന്നെ ഭവനം വിറ്റുപോയി. അതിന് ഞാൻ എൻ്റെ കർത്താവായ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഗവൺമെൻറ് ആശുപത്രി, എൻ്റെ അയൽപക്കം, എൻ്റെ ഇടവക, ഓട്ടോ സ്റ്റാൻഡ്, എല്ലായിടത്തും ഞാൻ പത്രം വിതരണം ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തു വരുന്നത് മാസത്തിൽ ഒരു 15 പൊതിച്ചോറെങ്കിലും ഞാനൊരു ജീവകാരുണ്യ സ്ഥാപനത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കോട്ടയം നവജീവൻ ട്രസ്റ്റിൽ പോയി ഞാൻ രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ സജീവമായി പങ്കെടുക്കുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തീക്ഷ്ണമായിട്ട് കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും അങ്ങനെ പരിശുദ്ധ ജപമാലയിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും എല്ലാം ഞാൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ 2 ആഴ്ച കഴിയുന്നതിന് മുൻപായിട്ട് ഞാൻ കുമ്പസാരിച്ചിരിക്കും. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 7-ാം വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ച് ശരിയായ വഴിയിലൂടെ നയിക്കുന്ന ഒരു ദൈവമാണ്. മരുഭൂമിയിൽ വഴിതെറ്റിയ ജനത്തിന് വഴികാട്ടിയായി നിന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് ഉടമ്പടി ഒരു നേർവഴിക്ക് നയിക്കുന്ന ഒരു ആത്മീയ പാതയാണ്. ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു ജീവിത നടപടിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റുമ്പോൾ ഉടമ്പടിയാണ് നമ്മെ പ്രാർത്ഥനയിലേക്ക് തിരികെ വിളിച്ച് സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക് എത്തിക്കുന്നത്. മരുഭൂമിയിൽ വഴിതെറ്റിയവരെ പോലെ ദൈവം ഉടമ്പടി മക്കളെ പാപത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച് വിശ്വാസത്തിലൂടെ ആത്മീയ സുരക്ഷയാണ് നമുക്ക് നൽകുന്നത്. സാലി മാത്യു എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മളേത് ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലായാലും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന അമ്മയാണ്, സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്ന് പറയുന്ന സങ്കീർത്തനം 107 പറയുന്ന പോലെ ഈ മകളുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായെങ്കിലും അതെല്ലാം തിരുത്തി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് സാലിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലും വഴിതെറ്റുന്ന സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വഴിതെറ്റിയ വ്യക്തിയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവരെ ശരിയായ വഴിയിലേക്കാണ് ഉടമ്പടിയിലൂടെ നയിക്കുന്നത്. കൃപാസനം അമ്മ ഉടമ്പടി ജീവിതം ഈ ജീവിതത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ നമുക്കും പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി യാത്ര മുന്നോട്ട് പോകാം. പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സാലി മാത്യുവിന് കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.